അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വിധി ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികളെയും നിയമവിദഗ്ധരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ലൂസിയാന സംസ്ഥാനത്തെ രണ്ടാമത്തെ ഭൂരിപക്ഷ ന്യൂനപക്ഷ മണ്ഡലം റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ പുതിയ വിധി കേവലം ഒരു ഭൂപടത്തിന്റെ മാറ്റമല്ല, മറിച്ച് ദശകങ്ങളായി നിന്നിരുന്ന വോട്ടിംഗ് റൈറ്റ്സ് ആക്ട് എന്ന ചരിത്രപ്രധാനമായ നിയമത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒന്നാണ്. ഈ വിഷയത്തിന്റെ ആഴവും പരപ്പും നിയമപരമായ വശങ്ങളും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ജനാധിപത്യത്തിന്റെ അടിത്തറയായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് വോട്ട്. എന്നാൽ ആ വോട്ടിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളുടെ അതിർത്തികൾ എങ്ങനെ നിശ്ചയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഇതിനെയാണ് നമ്മൾ റീഡിസ്ട്രിക്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. 2020 US സെൻസസിന് പിന്നാലെയാണ് ഈ പുതിയ വിവാദങ്ങളുടെ തുടക്കം. ലൂസിയാനയിലെ ജനസംഖ്യയുടെ 1/3 ബ്ലാക്ക് അമേരിക്കൻസ് ആണ്. എന്നാൽ സംസ്ഥാനത്തെ ആകെ 6 കോൺഗ്രസ് മണ്ഡലങ്ങളിൽ 1 മാത്രമാണ് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. തങ്ങളുടെ ജനസംഖ്യാനുപാതത്തിന് അനുസൃതമായി രണ്ടാമതൊരു മണ്ഡലം കൂടി വേണമെന്ന ആവശ്യവുമായി മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു. തുടക്കത്തിൽ ലൂസിയാനയിലെ റിപ്പബ്ലിക്കൻ നിയന്ത്രിത നിയമസഭ ഇതിനെ എതിർത്തു. എന്നാൽ ഫെഡറൽ കോടതികൾ ഇടപെടുകയും വോട്ടിംഗ് റൈറ്റ്സ് ആക്ടിലെ സെക്ഷൻ 2 പ്രകാരം കറുത്തവർഗക്കാർക്ക് അർഹമായ പ്രാധാന്യം നൽകണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 2024 ജനുവരിയിൽ ലൂസിയാന നിയമസഭ പുതിയൊരു ഭൂപടം അംഗീകരിക്കുകയായിരുന്നു. ഇതിൽ 6-2 മണ്ഡലങ്ങൾ ബ്ലാക്ക് അമേരിക്കൻസ് നിർണായക സ്വാധീനങ്ങളുള്ള മണ്ഡലങ്ങളായി മാറി. ഈ മാറ്റം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരു സീറ്റ് കൂടി ലഭിക്കാനുള്ള സാധ്യതയുള്ള ഒന്നായിരുന്നു. എന്നാൽ ഇതിനെതിരെ മറ്റൊരു വിഭാഗം വോട്ടർമാർ കോടതിയെ സമീപിച്ചു. വംശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലങ്ങൾ തരംതിരിച്ചിരിക്കുന്നതെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നുമായിരുന്നു ഇവരുടെ വാദം. ഈ കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. 6-3 എന്ന നിലയിൽ ഭൂരിപക്ഷത്തോടെയാണ് സുപ്രീം കോടതിയിലെ കൺസർവേറ്റീവ് ജഡ്ജിമാർ ഈ ഭൂപടം റദ്ദാക്കിയത്. ലൂസിയാനയിലെ 6ാമത്തെ കോൺഗ്രസ് മണ്ഡലം വംശീയമായ രീതിയിൽ റെജിമാൻഡറിംഗ് ചെയ്തതാണെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ജസ്റ്റിസ് സാമുവൽ അലീറ്റോ എഴുതിയ വിധിന്യായത്തിൽ പറയുന്നത് വംശത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തണമെന്നും വംശത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് ഭരണഘടനയുടെ 14ാം ഭേദഗതിയുടെ ലംഘനമാണെന്നുമാണ്. ഈ വിധിയുടെ ഏറ്റവും അപകടകരമായ വശം അത് 1965 വോട്ടിംഗ് റൈറ്റ്സ് ആക്ടിനെ ദുർബലപ്പെടുത്തുന്നു എന്നാണ്. സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ പോരാട്ട ഫലമായി ഉണ്ടായ ഈ നിയമം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളെ തടയാനാണ് നിർമ്മിക്കപ്പെട്ടത്. നേരത്തെ ഒരു മണ്ഡലം ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് തെളിയിക്കാൻ അതിന്റെ പ്രത്യാഘാതങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു. എന്നാൽ പുതിയ വിധി പ്രകാരം മണ്ഡലം തിരിച്ചത് ബോധപൂർവം വംശീയ വിവേചനം ലക്ഷ്യം വെച്ചാണെന്ന് തെളിയിക്കേണ്ടി വരും. ഇത് തെളിയിക്കുക എന്നത് പ്രായോഗികമായി വളരെ പ്രയാസകരമായ കാര്യമാണ്. അതായത് വോട്ടിംഗ് അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമപരമായ ആയുധങ്ങളുടെ മൂർച്ച സുപ്രീം കോടതി കുറച്ചിരിക്കുകയാണെന്ന് സാരം. എന്താണ് ഈ ജെറിമാൻഡറിംഗ് എന്ന് നോക്കാം. രാഷ്ട്രീയ ലാഭത്തിനായി തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളുടെ അതിർത്തികൾ അസ്വാഭാവികമായി മാറ്റുന്നതിനെയാണ് ജെറിമാൻഡറിംഗ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നത് കോടതികളുടെ മുൻ നിലപാടുകളിലാണ്. പാർട്ടി താല്പര്യങ്ങൾക്കായി മണ്ഡലം മാറ്റുന്നത് തടയാൻ കോടതിക്ക് അധികാരമില്ലെന്ന് മുൻപ് ഇതേ കോടതി തന്നെ വിധിച്ചിട്ടുണ്ട്. എന്നാൽ വംശീയമായ പ്രാതിനിധ്യത്തിനായി മണ്ഡലം മാറ്റുമ്പോൾ കോടതി കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നു. ഇത് ഫലത്തിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം കുറയ്ക്കാനേ സഹായിക്കുന്നുവെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ വിധിക്ക് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ട്. അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ നിലവിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് നേരിയ ഭൂരിപക്ഷമുള്ളത്. ലൂസിയാനയിൽ ഒരു പുതിയ കറുത്തവർഗക്കാരനെ പ്രതിനിധി വരുന്നത് ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായ ഒന്നായിരുന്നു. എന്നാൽ സുപ്രീം കോടതി വിധിയിലൂടെ ആ സാധ്യതയും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ലൂസിയാന മാത്രമല്ല, അലബാമ, ജോർജിയ തുടങ്ങിയ തെക്കൻ സംസ്ഥാനങ്ങളിലും സമാനമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ഈ വിധി മറ്റ് സംസ്ഥാനങ്ങളിലെ റിപ്പബ്ലിക്കൻ സർക്കാരുകൾക്ക് ന്യൂനപക്ഷ പ്രാതിനിധ്യം കുറയ്ക്കുന്ന രീതിയിൽ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കാൻ ധൈര്യം നൽകും. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മേൽക്കൈ നൽകാനും സാധ്യതയുണ്ട്. കോടതിയിലെ ലിബറൽ ജഡ്ജിമാർ ഈ വിധിക്കെതിരെ ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രപരമായ വിവേചനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിയമങ്ങളെ കോടതി അട്ടിമറിക്കുകയാണെന്നും അവർ പറയുന്നു. വോട്ടിംഗ് റൈറ്റ്സ് ആക്ട് ഇല്ലാതാക്കുന്നതിലൂടെ വംശീയ വിവേചനത്തിന്റെ പഴയ കാലത്തേക്ക് അമേരിക്കയെ കൊണ്ടുപോകാനാണ് കൺസർവേറ്റീവ് ഭൂരിപക്ഷം ശ്രമിക്കുന്നതെന്ന് ജസ്റ്റിസ് എലീന കഗൻ തന്റെ വിയോജിപ്പ് സൂചിപ്പിക്കുകയും ചെയ്തു. പല ഇന്ത്യൻ വംശജരും അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച് സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരാണ്. വോട്ടിംഗ് റൈറ്റ്സ് ആക്ടിലെ ഇളവുകൾ വോട്ടർ ID നിയമങ്ങൾ കർക്കശമാക്കാനും വോട്ട് രേഖപ്പെടുന്നത് പ്രയാസകരമാക്കാനും സംസ്ഥാനങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. ഇത് സ്വാഭാവികമായും ഇന്ത്യൻ അമേരിക്കൻ വോട്ടർമാരുടെ രാഷ്ട്രീയ സ്വാധീനത്തെ കുറയ്ക്കും. അതുപോലെ അമേരിക്കയിലെ ഇന്ത്യൻ വംശജർ പലപ്പോഴും ന്യൂനപക്ഷങ്ങൾ എന്ന വിഭാഗത്തിലാണ് വരുന്നത്. വോട്ടിംഗ് റൈറ്റ്സ് ആക്ട് ദുർബലപ്പെടുത്തുന്നത് കേവലം കറുത്തവർഗക്കാരെ മാത്രമല്ല, എല്ലാ ഏഷ്യൻ വംശജരെ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെയും ഇത് ബാധിക്കും. ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾക്ക് മുൻഗണന ലഭിക്കുന്ന രീതിയിൽ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് തടയപ്പെട്ടാൽ ഭാവിയിൽ ഇന്ത്യൻ വംശജർക്ക് തങ്ങളുടെ പ്രതിനിധികളെ സഭയിലേക്ക് അയക്കാൻ കൂടുതൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. മനുഷ്യാവകാശ സംഘടനയായ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഈ വിധിയെ ജനാധിപത്യത്തിന് നേരെയുള്ള വലിയ തിരിച്ചടിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്.
കറുത്ത വർഗ്ഗക്കാരുടെ വോട്ടുകൾ ചിതറിച്ചു കളയാനും അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാക്കാനും ഈ വിധി കാരണമാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലൂസിയാനയിലെ ഈ കേസ് വോട്ടിംഗ് അവകാശങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ്. വംശീയത ഇപ്പോഴും അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ അടിത്തട്ടിൽ ശക്തമായി നിലനിൽക്കുന്നുവെന്ന് ഈ നിയമ പോരാട്ടങ്ങൾ തെളിയിക്കുന്നു. കോടതികൾ നിഷ്പക്ഷമായിരിക്കണമെന്നും ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കണമെന്നുമാണ് ജനാധിപത്യം ആഗ്രഹിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഈ വിധി വോട്ടിംഗ് അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനേക്കാൾ വംശീയമായ പ്രാതിനിധ്യത്തെ തടയാനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്.